ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നിർമ്മിതികളിലൊന്നായ യെരുശലേമിലെ ഒന്നാം ദേവാലയത്തെക്കുറിച്ചാണ്. ശലോമോന്റെ ദേവാലയമെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. വെറും ഒരു കെട്ടിടമായിരുന്നില്ല ഇത്, മറിച്ച് ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായിരുന്നു. ഏകദേശം 400 വർഷത്തോളം നിലനിന്ന ഈ ദേവാലയം ഇസ്രായേൽ ജനതയുടെ ആത്മീയ കേന്ദ്രമായിരുന്നു. അതിൻ്റെ ഉത്ഭവം മുതൽ തകർച്ച വരെ നിരവധി അത്ഭുതങ്ങളും ദുരന്തങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു കഥയാണിത്. ഈ വീഡിയോയിൽ ബൈബിൾ, യഹൂദചരിത്രം, പാരമ്പര്യ വിശ്വാസങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ ദേവാലയത്തിൻ്റെ ആരംഭം, നിർമ്മാണം, ചടങ്ങുകൾ, ഒടുവിൽ അതിൻ്റെ നാശം എന്നിവയെക്കുറിച്ച് വിശദമായി നമുക്ക് പരിശോധിക്കാം. സത്യത്തിൽ യെരുശലേമിലെ ഒന്നാം ദേവാലയത്തിൻ്റെ കഥയെ ആരംഭിക്കുന്നത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിൻ്റെ കാലഘട്ടത്തിലാണ്. ദൈവത്തോട് അഗാധമായ ഭക്തി ഉണ്ടായിരുന്ന ദാവീദ് താൻ ദേവദാരു കൊണ്ട് ഉണ്ടാക്കിയ ആഡംബരപൂർവമായ ഒരു കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം വെറും ഒരു കൂടാരത്തിൽ തുടരുന്നു. അത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. നിയമപ്പെട്ടകം ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ വസ്തുവായിരുന്നു. ഇസ്രായേൽ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത കാലത്ത് ദൈവിക നിർദ്ദേശപ്രകാരം അവർ നിർമ്മിച്ചതും അന്നു മുതൽ കൂടാരങ്ങളിൽ സൂക്ഷിച്ചിരുന്നതുമാണ് നിയമപ്പെട്ടകം. ഇസ്രായേൽ ജനതയുടെ 40 വർഷം നീണ്ട മരുഭൂമിയിലൂടെയുള്ള അലഞ്ഞു തിരിഞ്ഞുള്ള യാത്രയും അവരുടെ ആ ജീവിതവും ഒക്കെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ പെട്ടകം. ഒടുവിൽ പാലസ്തീൻ നാട്ടിലെത്തിയ അവർ അവിടെ സ്ഥിരവാസമാക്കിയപ്പോഴും ന്യായാധിപന്മാരുടെ കാലത്തും നിയമപ്പെട്ടകം കൂടാരങ്ങളിലാണ് വസിച്ചിരുന്നത്. പിന്നീട് സ്ഥിരമായ ഒരു രാജ്യം സ്ഥാപിക്കപ്പെടുകയും രാജാക്കന്മാരുടെ ഭരണകാലഘട്ടം ഉണ്ടാകുകയും ചെയ്തു. അപ്പോഴും നിയമപ്പെട്ടകം അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒടുവിൽ പെട്ടകം ഒബേദ്-ഏദോമിൻ്റെ ഭവനത്തിൽ നിന്നും യെരുശലേമിലേക്ക് കൊണ്ടുവന്നതും ദാവീദ് രാജാവായിരുന്നു. നിയമപ്പെട്ടകം ആദരപൂർവ്വം ഒരു സ്ഥിര മന്ദിരത്തിൽ സ്ഥാപിക്കണമെന്ന് ദാവീദ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ദൈവത്തിന് വേണ്ടി ഒരു മന്ദിരം പണിയുവാനുള്ള ദാവീദിൻ്റെ ആഗ്രഹത്തെ ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനു പകരം അവൻ്റെ പുത്രനായ ശലോമോനാണ് ആ നിയോഗം ലഭിച്ചത്. ദാവീദ് ഒരു യോദ്ധാവായിരുന്നതിനാലും ആദ്യ കാലഘട്ടത്തിൽ നിരവധി യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വന്നതിനാലും അവൻ്റെ കരങ്ങൾ കൊണ്ട് ധാരാളം ആളുകളുടെ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. ഈ കാരണത്താലാണ് ദൈവം ദാവീദിനെ ആലയ നിർമ്മാണത്തിൽ നിന്നും മാറ്റി നിർത്തിയത്. ദൈവത്തിനൊരു ആലയം പണിയണമെന്നുള്ള ദാവീദിൻ്റെ ആഗ്രഹം അദ്ദേഹം ആദ്യം പറഞ്ഞത് അന്നത്തെ കാലത്തെ വലിയ പ്രവാചകനായിരുന്ന നാഥാൻ പ്രവാചകനോടാണ്. നാഥാൻ പ്രവാചകൻ ആദ്യം അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ദൈവം നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നീ ദാവീദിനോട് പറയണം, ദാവീദിനെ കൊണ്ടല്ല എനിക്കൊരു ആലയം പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അവൻ്റെ മകനായ ശലോമോനെ ഞാൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ദാവീദിനോടുള്ള ഒരു ഉടമ്പടിയായി ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരു സുവർണ നിമിഷമാണ്. നാഥാൻ ഈ കാര്യങ്ങളെല്ലാം ദാവീദിനോട് പറഞ്ഞു. ദാവീദിൻ്റെ ആഗ്രഹം നിഷേധിക്കപ്പെടുകയും അവൻ്റെ പുത്രനായ ശലോമോന് ദേവാലയം പണിയാനുള്ള ദൗത്യം ലഭിക്കുകയും ചെയ്തത് കേവലം വ്യക്തിപരമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല. ശലോമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നുള്ളതാണ്. ഈ ശലോമോൻ രാജാവിൻ്റെ ഭരണകാലഘട്ടം രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ ഉന്നതിയിലെത്തിയ ഒരു കാലഘട്ടമായിരുന്നു. ദേവാലയം സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒരു പ്രതീകമായിരിക്കണമെന്നുള്ള ഒരു ദൈവഹിതം അവിടെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. യുദ്ധം ചെയ്ത ഒരു രാജാവല്ല, മറിച്ച് സമാധാനത്തിൻ്റെ ഒരു രാജാവിനാണ് ദൈവത്തിൻ്റെ ഭവനം പണിയുവാൻ അനുവാദം ലഭിച്ചത്. ദൈവഹിതം അറിഞ്ഞ ദാവീദ് ദേവാലയം പണിയുവാൻ തനിക്ക് അനുവാദമില്ലെങ്കിലും അതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ഒരുക്കങ്ങളെല്ലാം അദ്ദേഹം നടത്തി. ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി ആവശ്യമായ സ്വർണം, വെള്ളി, വെങ്കലം, ഇരുമ്പ് എന്നീ ലോഹങ്ങളും മറ്റു വസ്തുക്കളും ദാവീദ് ശേഖരിച്ചു. കൂടാതെ ദൈവാലയ ശുശ്രൂഷകൾക്കായി ലേവ്യരെയും പുരോഹിതന്മാരെയും തെരഞ്ഞെടുക്കുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും പോലും ദാവീദ് ശ്രദ്ധിച്ചു. ഇനി നമുക്ക് യെരുശലേം ദേവാലയത്തിൻ്റെ ആ നിർമ്മിതിയെക്കുറിച്ച് ഒന്ന് നോക്കാം. യെരുശലേമിലെ മോറിയ പർവ്വതത്തിലാണ് ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. ഈ സ്ഥലം കേവലം ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലം എന്നുള്ളതിനപ്പുറം ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായും ആത്മീയമായും വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. ബൈബിൾ പറയുന്ന അനുസരിച്ച് അബ്രഹാം തൻ്റെ പുത്രൻ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ കൊണ്ടുവന്ന സ്ഥലമാണ് മോറിയ പർവ്വതം.
യഹോവയിരെ അഥവാ യഹോവ കരുതിക്കൊള്ളും എന്നതിൻ്റെ പ്രതീകമായി ഈ സ്ഥലം അറിയപ്പെടുന്നു. ഇസ്രായേലിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ദാവീദ് രാജാവ് യെബൂസ്യനായ അരവ്നയുടെ കളത്തിൽ ഒരു യാഗപീഠം പണിത് അവിടെ ഒരു യാഗം അർപ്പിച്ചു. ആ യാഗത്തിൽ പ്രസാദിച്ച ദൈവം മഹാമാരി നിർത്തുകയും ചെയ്തു. പിന്നീട് ദാവീദ് ഈ സ്ഥലം വില കൊടുത്ത് വാങ്ങി എന്നുള്ളതാണ് ചരിത്രം. യഹൂദ പാരമ്പര്യമനുസരിച്ച് ലോകം സൃഷ്ടിക്കപ്പെടുകയും വികസിക്കുകയും ചെയ്തതിൻ്റെ ഒരടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ മോറിയ പർവ്വതമാണ്. ദേവാലയം നിർമ്മിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിൽ പല സ്ഥലങ്ങളിൽ പ്രാദേശികമായ യാഗപീഠങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ശലോമോന്റെ ദേവാലയം ഇസ്രായേൽ ജനതയുടെ മുഴുവൻ ആരാധനയുടെയും യാഗങ്ങളുടെയും ഏക കേന്ദ്രമായി മാറി എന്നുള്ളതാണ് പിൽക്കാലത്ത് സംഭവിച്ചത്. ദേവാലയം നിർമ്മിക്കപ്പെട്ടത് ഒരു ഭയാനകമായ കൊക്കയുടെ അടുത്തുള്ള പാറപ്പുറത്താണ്. ഒരു വശത്ത് ശലോമോന്റെ കൊട്ടാരത്തിൻ്റെ പൂമുഖം നിലനിൽക്കുന്നു. അവിടെ നിന്ന് 600 അടി താഴ്ചയിൽ അടിത്തറ കെട്ടിപ്പൊക്കിയാണ് ദേവാലയം പണിയുന്നത്. മോറിയ പർവ്വതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കേവലം പ്രായോഗികമായ ഒന്നായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദുവായി ഈ പ്രദേശം മാറി. ആധുനിക കാലഘട്ടത്തിൽ പോലും യെരുശലേം ദേവാലയം നിലനിന്ന സ്ഥലം യഹൂദന്മാർക്ക് മാത്രമല്ല, ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം വിശുദ്ധമായ ഒരു സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ശലോമോൻ രാജാവ് തൻ്റെ ഭരണത്തിൻ്റെ 4ാം വർഷമാണ് ദേവാലയ നിർമ്മാണം ആരംഭിച്ചത്. മഹത്തായ ഈ നിർമ്മാണം പൂർത്തിയാക്കുവാൻ 7 ദീർഘവർഷങ്ങൾ എടുത്തു. ഏകദേശം 1,83,000 തൊഴിലാളികളാണ് ഈ നിർമ്മാണത്തിൽ പങ്കെടുത്തത്. അതിൽ 1,50,000 പേരും കല്ലുവെട്ടുകാരും ചുമട്ടുകാരുമായിരുന്നു. ദേവാലയ നിർമ്മാണത്തിനായി ദാവീദ് രാജാവ് വൻതോതിൽ സ്വർണവും വെള്ളിയും മറ്റു വസ്തുക്കളും ശേഖരിച്ചു. 1,00,000 താലന്ത് സ്വർണവും 10,00,000 താലന്ത് വെള്ളിയും ഇതിൽ ഉൾപ്പെടുന്നു. ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം $300 ബില്യൺ വരും ഇതിൻ്റെ വില. അതായത് 3000 കോടി ഡോളർ. ഇന്ത്യൻ രൂപയിൽ ഇത് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം 2,70,000 കോടി രൂപ. ഇതുകൂടാതെ കണക്ക് കൂട്ടാനാവാത്തത്രയും വെങ്കലം, ഇരുമ്പ്, മരം, കല്ല് എന്നിവയും ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇസ്രായേൽ ജനതയിലെ സമ്പന്നരും ദരിദ്രരും എല്ലാം ഒരുപോലെ സന്തോഷത്തോടെ ദൈവാലയത്തിൻ്റെ നിർമ്മിതിക്കായി സംഭാവന നൽകി. പ്രധാനമായും വെളുത്ത നിറമുള്ള കല്ലുകൾ, ലെബനോനിൽ നിന്നുള്ള ദേവദാരു, സൈപ്രസ്, ഒലിവ്, പൈൻ തുടങ്ങിയ തടികൾ എന്നിവയെല്ലാം ഇതിൻ്റെ നിർമ്മാണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. ദേവാലയത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും അകവും പുറവും ശുദ്ധമായ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. വിലയേറിയ രത്നങ്ങളും വെങ്കലവും ചെമ്പും ധാരാളമായി ഉപയോഗിച്ചു. ദേവാലയം പണിയുമ്പോൾ കല്ല് വെട്ടുന്നതിൻ്റെയോ ഇരുമ്പ് ഉപകരണങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിൻ്റെയോ ഒരു ശബ്ദവും ആ പ്രദേശത്തുണ്ടാകാതെ വണ്ണം കല്ലുകളൊക്കെ ക്വാറിയിൽ വെച്ച് തന്നെ മുറിച്ചെടുത്ത് കുറവ് തീർത്ത് കൃത്യമായ അളവുകളിൽ തയ്യാറാക്കി ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇത് ദൈവത്തിൻ്റെ ഭവനം മനുഷ്യൻ്റെ ബലത്താലല്ല, മറിച്ച് ദൈവിക ക്രമീകരണത്തിലാണ് പണിയപ്പെടുന്നത് എന്നതിൻ്റെ ഒരു പ്രതീകമായി തന്നെ അതിനെ കണക്കാക്കാവുന്നതാണ്. ദേവാലയം മോറിയയിലെ പാറപ്പുറത്താണ് നിർമ്മിച്ചത്. വലിയതും വിലയേറിയതുമായ കല്ലുകൾ ഉപയോഗിച്ച് അടിത്തറയിട്ടു. ഈ കല്ലുകൾക്ക് 10 മുഴം നീളവും 8 മുഴം വീതിയുമുള്ളവയായിരുന്നു. അതായത് 15 അടി നീളവും 12 അടി വീതിയും ഉള്ള കല്ലുകളായിരുന്നു അവ. ഏകദേശം ഒരു കല്ലിന് 250 ടൺ ഭാരമുണ്ടായിരുന്നു എന്ന് കണക്കാക്കുന്നു. ദേവാലയത്തിന് ഏകദേശം 165 അടി നീളവും 85 അടി വീതിയുമാണ് ഉണ്ടായിരുന്നത്. ആലയത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ ഭാഗം ഒരു പൂമുഖം, ഉലാം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ദേവാലയത്തിൻ്റെ പ്രവേശന കവാടം ഇവിടെയാണ്. അവിടെ യാഗീൻ, ബോവാസ് എന്ന പേരുള്ള 2 വലിയ വെങ്കല സ്തംഭങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തെ പ്രാകാരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് വിശുദ്ധ സ്ഥലമാണ്, ഹെഗാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ സ്വർണം പൂശിയ ധൂപപീഠം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, സ്വർണ്ണ വിളക്കുകൾ അല്ലെങ്കിൽ മെനോറകൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ദ ബീർ എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. ദേവാലയത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ളതും വിശുദ്ധവുമായ ഒരറ. ഇത് പൂർണ്ണം സമചതുരമായിരുന്നു. 20 മുഴം വീതി, നീളം, ഉയരം. ഇവിടെയാണ് നിയമപ്പെട്ടകം സൂക്ഷിച്ചിരുന്നത്. 2 വലിയ കെരൂബുകൾ പെട്ടകത്തിൻ്റെ ഇരുവശത്തു നിന്നും അതിനെ സംരക്ഷിച്ചു.
ഈ മുറി ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്ന സ്ഥലമായി കണക്കാക്കപ്പെട്ടു. ദേവാലയത്തിന് പുറത്ത് പ്രവേശന കവാടത്തിൽ വലതുവശത്തായി 72,000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു വലിയ വെങ്കല പാത്രമുണ്ടായിരുന്നു. ബൈബിളിൽ ഇതിനെ താമ്രക്കടൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ താമ്രം കൊണ്ട് പണിത ഈ പാത്രം 12 കാളകളുടെ പുറത്താണ് സ്ഥാപിച്ചിരുന്നത്. 12 കാളകളെയും നിർമ്മിച്ചിരുന്നതും താമ്രം കൊണ്ട് തന്നെയായിരുന്നു. പുരോഹിതന്മാരുടെ ശുദ്ധീകരണ സ്നാനങ്ങൾ നടത്തുവാനുള്ള ജലമാണ് ഈ സംഭരണിയിൽ ശേഖരിച്ചിരുന്നത്. ദൈവാലയത്തിൻ്റെ ഭിത്തികളും തറകളും സ്വർണ്ണ തകിടുകൾ കൊണ്ട് പൊതിഞ്ഞു. കെരൂബുകൾ, ഈന്തപ്പനകൾ, പൂക്കൾ എന്നിവയുടെ കൊത്തുപണികൾ ധാരാളമായി ഇതിനകത്തുണ്ടായിരുന്നു. ദേവാലയത്തിൻ്റെ വാസ്തുവിദ്യ ഫൊയ്നീഷ്യൻ ശൈലിയോട് സാമ്യമുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശലോമോൻ തീരദേശ നഗരമായ ടൈറിൽ നിന്ന് വിദഗ്ധരായ ശില്പികളെയും അസംസ്കൃത വസ്തുക്കളും ഇറക്കുമതി ചെയ്താണ് ഈ നിർമ്മാണം നിർവഹിച്ചത് എന്നും കരുതപ്പെടുന്നു. ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. അത് ആ കാലത്തെ കൂടാര പെരുന്നാളിനോടനുബന്ധിച്ചായിരുന്നു. പുരോഹിതന്മാർ നിയമപ്പെട്ടകം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. കെരൂബുകളുടെ ചിറകുകൾക്ക് കീഴിൽ അതിൻ്റെ പുതിയതും സ്ഥിരവുമായ ഭവനത്തിൽ അത് സ്ഥാപിച്ചു. നിയമപ്പെട്ടകം കൊണ്ടുവന്നതിനു മുൻപായി ശലോമൻ രാജാവും ഇസ്രായേൽ സമൂഹവും ചേർന്ന് വലിയ യാഗങ്ങൾ കഴിച്ചു. എണ്ണിയാലൊടുങ്ങാത്ത ആടുകളെയും കന്നുകാലികളെയും യാഗമർപ്പിച്ചു. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു കനത്ത മേഘം ദേവാലയം മുഴുവൻ നിറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ പ്രകടനമായിരുന്നു. ദൈവാലയത്തെ ദൈവം അംഗീകരിച്ചു എന്നതിൻ്റെ അടയാളം. ആ മേഘത്തിൻ്റെ കനത്ത ആവരണം കൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ പോലും കഴിഞ്ഞില്ല. ദൈവസാന്നിധ്യം അത്ര ശക്തമായിരുന്നു. ശലോമോൻ ദൈവത്തെ സ്തുതിക്കുകയും ദാവീദിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഹോമയാഗങ്ങളും ബലികളും ദഹിപ്പിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ തേജസ് ദേവാലയം നിറഞ്ഞു നിന്നു. ജനങ്ങൾ ഇത് കണ്ട് സന്തോഷിച്ച് വികാരവിക്ഷുബ്ധതയിൽ നിലത്ത് വീണ് ദൈവത്തെ ആരാധിച്ചു. ശലോമോൻ രാജാവും ജനങ്ങളും ചേർന്ന് ദേവാലയ സമർപ്പണത്തിനായി കൂടുതൽ യാഗങ്ങൾ അർപ്പിച്ചു. ഏകദേശം 14 ദിവസങ്ങളാണ് ഈ സമർപ്പണ ചടങ്ങുകൾ നീണ്ടുനിന്നത്. ദൈവാലയത്തിലെ ശുശ്രൂഷകൾ പ്രധാനമായും പുരോഹിതന്മാരും ലേവ്യരും ചേർന്നാണ് നടത്തിയിരുന്നത്. ഇവരെല്ലാം ലേവി ഗോത്രത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. എന്നാൽ അവരുടെ കടമകൾ വ്യത്യസ്തമായിരുന്നു. പുരോഹിതന്മാർ യാഗപീഠത്തിലും ധൂപപീഠത്തിലും ആചാരപരമായ ശുശ്രൂഷകൾ നടത്തി. ദിവസവും രാവിലെയും വൈകുന്നേരവും യാഗങ്ങൾ അർപ്പിച്ചു. ദിവസവും ധൂപം കാട്ടി. രക്തം യാഗപീഠത്തിൽ തളിച്ചു. കാഴ്ചയപ്പം വിശുദ്ധ സ്ഥലത്ത് വയ്ക്കുകയും ഓരോ ശബത്തിലും അത് ഭക്ഷിക്കുകയും ചെയ്തു. അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം, അതായത് പാപപരിഹാര ദിവസമായ യോം കിപ്പൂർ ദിവസത്തിൽ മഹാപുരോഹിതൻ മാത്രമേ അവിടേക്ക് പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ലേവ്യർ പുരോഹിതന്മാരെ സഹായിക്കുകയും ദൈവാലയത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു. യാഗങ്ങൾക്കുള്ള മൃഗങ്ങളെ സ്വീകരിക്കുക, പുരോഹിതന്മാർക്ക് അതിനെ കൈമാറുക, ശുദ്ധീകരണത്തിനായി വെള്ളം കൊണ്ടുവരിക, യാഗപീഠവും പുരോഹിതന്മാരെയും ശുദ്ധീകരണ സ്നാനത്തിന് വേണ്ടി സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലേവ്യർ ചെയ്തു. യാഗപീഠത്തിലെ തീ അണയാതെ അവർ സൂക്ഷിച്ചു. കൂടാതെ അവർ കാഴ്ചയപ്പം ഉണ്ടാക്കുകയും വിശുദ്ധ മേശപ്പുറത്ത് അത് വയ്ക്കുകയും ചെയ്തു. ആരാധനാ സമയങ്ങളിൽ സംഗീതം ആലപിക്കുന്നതിന് വിപുലമായൊരു ഗായക സംഘമുണ്ടായിരുന്നു. അവർ ന്യായപ്രമാണം വായിക്കുകയും സങ്കീർത്തനങ്ങൾ മനോഹരമായി ആലപിക്കുകയും ചെയ്തു. ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പുരോഹിതന്മാരും ജനവും ശുദ്ധീകരണ സ്നാനങ്ങൾ നടത്തിയിരുന്നു. ഇസ്രായേലിന് ദൈവം നൽകിയ പ്രധാനപ്പെട്ട ഉത്സവങ്ങളായ പെസഹയും കൂടാരപ്പെരുന്നാളും വാരോത്സവവും, ഈ 3 പെരുന്നാളുകൾക്കും ഇസ്രായേലിലെ എല്ലാ പുരുഷന്മാരും ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്തെത്തി. ദേവാലയത്തിൽ പ്രത്യേക യാഗങ്ങൾ അർപ്പിച്ചു. പെസഹ ഈജിപ്തിൽ നിന്ന് തങ്ങളെ പുറപ്പെടുവിച്ചതിൻ്റെ, അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് അവർ ആചരിച്ചത്. വാരോത്സവം അഥവാ ഷൗത്ത് സിനായി പർവ്വതത്തിൽ വെച്ച് ഇസ്രായേൽ ജനതയ്ക്ക് ന്യായപ്രമാണം ലഭിച്ചതിൻ്റെ, തോറ ലഭിച്ചതിൻ്റെ ഓർമ്മയായിരുന്നു. കൂടാരപ്പെരുന്നാൾ അഥവാ സുക്കോത്ത് മരുഭൂമിയിലെ യാത്രയുടെ, അവരലഞ്ഞു തിരിഞ്ഞ് യാത്ര ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ ആ കൂടാരങ്ങളിൽ താമസിച്ചതിൻ്റെ ഓർമ്മയായിരുന്നു. ഈ സമയത്ത് ദേവാലയം വലിയ ആഘോഷ കേന്ദ്രമായി മാറി. നൃത്തവും പാട്ടും വാദ്യമേളങ്ങളും ആഹാരവും എല്ലാം ഇതിൻ്റെ ഭാഗമായി മാറി.
ശലോമോൻ്റെ ഒന്നാം ദേവാലയം ഏകദേശം 400 വർഷത്തോളം ഒരു വലിയ ആത്മീയ കേന്ദ്രമായി നിലനിന്നു. എന്നാൽ ഈ മഹത്തായ നിർമ്മിതിക്ക് ഒരന്ത്യമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ദേവാലയം നശിപ്പിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ, പ്രത്യേകിച്ച് യിരെമ്യാ പ്രവാചകൻ വർഷങ്ങളോളം ജനത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു. ഇസ്രായേൽ ജനതയുടെ വിഗ്രഹാരാധന, കൊലപാതകം, വ്യഭിചാരം തുടങ്ങിയ പാപങ്ങൾ കാരണമാണ് ദൈവിക സംരക്ഷണം പിൻവലിക്കുന്നതെന്നും ആലയം തകർക്കപ്പെടുവാൻ പോകുന്നതെന്നും പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകി. സിദക്കിയ രാജാവിൻ്റെ കാലത്ത് BC 589 ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ രണ്ടാമൻ്റെ നേതൃത്വത്തിൽ ബാബിലോണിയൻ സൈന്യം യെരുശലേമിനെ ഉപരോധിച്ചു. ഈ ഉപരോധം 30 മാസങ്ങൾ നീണ്ടുനിന്നു. നഗരത്തിൽ കടുത്ത ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടായി. BC 587 തമ്മൂസ് മാസം 9-ാം തീയതി നഗര മതിലുകൾ തകർക്കപ്പെട്ടു. ഒരു മാസത്തിനുള്ളിൽ ബാബിലോണിയൻ സൈന്യം എല്ലാ പ്രതിരോധങ്ങളെയും തകർത്ത് നഗരത്തിലേക്ക് പ്രവേശിച്ചു. അന്ന് 10,000 കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് യുവാക്കളെയും സ്ത്രീകളെയും ബാബിലോണിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. മാസം 9-ാം തീയതി സൂര്യാസ്തമയ സമയത്ത് ബാബിലോണിയൻ സൈന്യം യെരുശലേം ദേവാലയത്തിന് തീയിട്ടു. ദേവാലയത്തിലെ വിലയേറിയ സ്വർണ്ണ വെള്ളി പാത്രങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളും അതിനു മുൻപ് തന്നെ ബാബിലോണിയൻ സൈന്യം കൊള്ളയിടുകയും വലിയ വെങ്കല സ്തംഭങ്ങൾ പോലും പൊളിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഒന്നാം ദേവാലയത്തിൻ്റെ നാശം യഹൂദ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. ഈ ദുരന്തം എല്ലാ വർഷവും മാസം 9-ാം തീയതി തിഷാ ബ'ആവ് എന്ന ഉപവാസ ദിനമായി ആചരിച്ച് യഹൂദർ ഓർമ്മിക്കുന്നു. നൂറ്റാണ്ടുകളോളം നിലനിന്ന ഈ ദേവാലയം ഒടുവിൽ ഇസ്രായേൽ ജനതയുടെ തന്നെ ധാർമ്മികവും ആത്മീയവുമായ അധപ്പതനം കാരണം, പാപം കാരണം പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ തകർക്കപ്പെട്ടു. എന്നാൽ ആ ദുരന്തം യഹൂദ ജനതയെ പൂർണ്ണമായും ഇല്ലാതെയാക്കിയില്ല. പകരം അത് ഒരു ആത്മീയ നവീകരണത്തിനും ഭൗതികമായ ഒരു കെട്ടിടത്തിൽ നിന്ന് ആത്മീയ ആരാധനയിലേക്കുമുള്ള മടങ്ങിവരവിനും കാരണമായെന്നുള്ളത് പിൽക്കാല ചരിത്രമാണ്. ശലോമോൻ രാജാവ് നിർമ്മിച്ച ഇസ്രായേലിൻ്റെ മഹത്വമായിരുന്ന ഈ ഒന്നാം ദേവാലയം ഇന്ന് നിലവിലില്ല. അതിൻ്റെ സ്മരണകളും പ്രാധാന്യവും യഹൂദ പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. സിനഗോഗുകളിലൂടെയും വീടുകളിലെ മതപഠന ക്ലാസ്സുകളിലൂടെയും ആത്മീയ പാരമ്പര്യം അവർ അണയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെയും മനുഷ്യാഭിലാഷത്തിൻ്റെയും ആത്മീയ പ്രതിരോധ ശേഷിയുടെയും പ്രതീകമായി ഈ ദേവാലയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നു. തങ്ങളുടെ ആദ്യ ദേവാലയം നിർമ്മിക്കപ്പെട്ട അതേ സ്ഥാനത്ത് പുതിയൊരു ദേവാലയം സ്ഥാപിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും യഹൂദ ജനത പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. എത്രയും വേഗം ആ സ്വപ്നം സഫലമാക്കുവാനുള്ള ഒരുക്കത്തിലാണ് ലോകമെങ്ങുമുള്ള യഹൂദന്മാർ. ഇനി പണിയപ്പെടുവാൻ പോകുന്ന യെരുശലേം ദേവാലയത്തെക്കുറിച്ചും അതിൻ്റെ പദ്ധതിയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുമൊക്കെ ഞാൻ 1 മാസം മുൻപ് ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. യെരുശലേം ദേവാലയത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാം യെരുശലേം ദേവാലയത്തെക്കുറിച്ചുള്ള സമഗ്രമായൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന്
നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.